എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നിങ്ങൾ വെല്ലുമംഗലത്തെ സ്വാമിയാരെക്കുറിച്ച് കേട്ട് കാണുമല്ലോ. അദ്ദേഹം നിമിത്തം കേരളത്തിൽ അനേകം ക്ഷേത്രങ്ങളും ഏർപ്പാടുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇനി കേട്ടിട്ടില്ലാത്തവരുടെ അറിവിലേക്കായി ഞാൻ ചില സംഗതികൾ പറയാം. ഒരു കഥ തന്നെ ആയാലോ. ഒരിക്കൽ ഒരു വൃശ്ചിക മാസത്തിൽ കാർത്തിക നാൾ ദിവസം വില്ലുമംഗലത്ത് സ്വാമിയാർ തൃശ്ശൂർപ്പേരൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് ചെന്നു. അകത്ത് ചെന്ന് നോക്കുമ്പോൾ ശ്രീകോവിലിനകത്ത് ഭഗവാനെ കാണാനില്ല. ഭഗവാനെ കാണാതെ വന്നിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ച് സ്വാമിയാർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി പ്രദക്ഷിണത്തിനായി ചെന്നപ്പോൾ ഭഗവാൻ ദേ ഇരിക്കുന്നു. തെക്കേ മതിലുമേ കയറി തെക്കോട്ട് തിരിഞ്ഞ്. ഉടനെ സ്വാമിയാർ അവിടെ ചെന്ന് വന്നിച്ചിട്ട്, ഇതെന്താണ് പ്രഭോ ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ അരുളി ചെയ്തു, നമ്മുടെ പ്രിയതമയായ കുമാരനല്ലൂർ കാർത്യായനി കുളിയും കഴിഞ്ഞ് വരുന്ന ആഡംബരവും ആഘോഷവും കാണുന്നതിനായിട്ടാണ് ഇവിടെ വന്നിരുന്നത് എന്ന്. ഈ കുമാരനല്ലൂർ ഉത്സവത്തിന്റെ അവസാന ദിവസം എല്ലാ സ്ഥലങ്ങളിലുള്ളതുപോലെ ആറാട്ട് രാത്രിയിലാണെങ്കിലും ഉത്സവത്തിൽ എല്ലാ ദിവസവും രാവിലെ ഒരു ആറാട്ടും ആറാട്ട് കഴിഞ്ഞ് കേമമായിട്ടുള്ള എഴുന്നള്ളത്തും പതിവുണ്ട്. അതിൻ്റെ പ്രാധാന്യവും കേമത്വവും 9-ാം ദിവസം കാർത്തിക നാൾ ലേശം അധികമുണ്ട്. അന്നു മുതൽ ആണ്ടുതോറും വൃശ്ചിക മാസത്തിൽ കാർത്തിക നാളിൽ തൃശ്ശൂർപ്പേരൂർ വടക്കുംനാഥന് രാവിലെ ഒരു പൂജ തെക്കേ മതിലിന്മേൽ വെച്ച് പതിവായി. ആണ്ടുതോറും ഭഗവാൻ കാർത്തിക നാൾ കുമാരനല്ലൂർ ഭഗവതിയുടെ എഴുന്നള്ളത്ത് കാണുന്നതിനായിട്ട് ആ മതിലിന്മേൽ എഴുന്നള്ളിയിരിക്കുമെന്നാണ് സങ്കല്പം. ഈ സംഗതി ജനങ്ങൾ അറിയുന്നതിനും മറ്റും കാരണഭൂതൻ ഈ സ്വാമിയാരാണെന്ന് ഞാൻ വിശേഷിച്ച് പറയണ്ടല്ലോ അല്ലേ. സ്വാമിയാരെ കുറിച്ചുള്ള കഥകൾ ഇനിയും അനേകമുണ്ട്. ഞാൻ വഴിയേ പറയാം.